ഇസ്രായേലിന്റെ ഒരു വിജയം എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു ജൂതന്മാരുടെ ഒരു ഐക്യം തന്നെയാണ്. യുദ്ധത്തിനിടയിലേക്ക് ഇവർ ആഘോഷിക്കുമെന്ന് ചോദിച്ചാൽ ഇവരെന്തായാലും ആഘോഷിക്കും. കാരണം ഇവർ ആഘോഷം വിട്ടൊരു പരിപാടി ഇവർക്കില്ല. ഇസ്രായേലിൽ ഈ 1-ാം തീയതി തൊട്ട് 8-ാം തീയതി ഒരു ആഘോഷം തുടങ്ങാൻ പോവാം. പെസഹ, പാസ് ഓവർ, കടന്നുപോക്ക് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ഇസ്രായേലിലെ ആൾക്കാരൊക്കെ ഈജിപ്തിലെ അടിമകളായിരുന്നു. അപ്പൊ അന്ന് ഫറോവയായിരുന്നു ഈജിപ്ത് ഭരിച്ചിരുന്നത്. ഫറോവന്റെ അടുത്തുനിന്ന് ഒരു ഇസ്രായേലിലേക്ക് അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരുന്ന അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇവർ പെസഹ ആഘോഷിക്കുന്നത്. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ ഇവർ വീട്ടിൽ നിന്ന് പുളിച്ച മാവ്, ബ്രെഡ്, പിന്നെ കേക്ക്, പാസ്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവര് വീട്ടിൽ നിന്ന് നീക്കം ചെയ്യും. അതുപോലെ വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഇവരുടെ ഒരു വിശുദ്ധ ആഴ്ചയാണിത്. തിടുക്കത്തിൽ ഇവർ ഈജിപ്തിൽ നിന്ന് ഫറോവന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഇവർക്ക് പുളിപ്പ് ശേഖരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഇവര് പുളിപ്പില്ലാത്ത മാറ്റ്സ എന്ന് പറഞ്ഞൊരു അപ്പാണ് ഇവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇവര് കയ്പുള്ള ഇലകളും ഇവർ കഴിക്കുന്നുണ്ട്. അത് കാരണം അടിമത്തത്തിലെ കഷ്ടപ്പാടും അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കയ്പുള്ള ഇലകൾ ഇവർ കഴിക്കുന്നുണ്ട്. ഏപ്രിൽ 1-ാം തീയതി ഇതിന്റെ ആദ്യത്തെ ദിവസമാണല്ലോ, അന്ന് ഇവർ രാത്രി കുടുംബസമേതം ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഹഗദ എന്ന ബുക്ക് വായിച്ച് ഈ പുതിയ തലമുറയ്ക്ക് ഇവരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു കഥയും വിശ്വാസവും ഒക്കെ ഇവര് പറഞ്ഞു കൊടുക്കും. അതിന് ഇവര് സെദർ എന്നാണ് പറയുന്നത്. ഇവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഇവർ ഏത് രീതിയിലായാലും അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയ്ക്കും ഇവർ സംഭവങ്ങൾ ആഘോഷിക്കും. ഞങ്ങളുടെ കമ്പനിയിൽ അതിൻ്റെ വിരുന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മിക്കവാറും ഇതിൻ്റെ വിരുന്നുണ്ടാവും.